ചിന്നക്കനാലിനെയും പരിസര പ്രദേശങ്ങളെയും വിറപ്പിച്ച അരിക്കൊമ്പനെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് കാടുകടത്തി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആനയെ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മേധഗാനത്തിന് സമീപം തുറന്നുവിട്ടത്. അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും തുമ്പിക്കൈയിലേറ്റ പരിക്കിന് ചികിത്സ നൽകിയെന്നും വനം വകുപ്പ് അറിയിച്ചു. അതേസമയം ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടിത്തുടങ്ങി. അരിക്കൊമ്പൻ ഇനി പുതിയ തട്ടകത്തിൽ. ചിന്നക്കനാലിൽ നിന്ന് ഇന്നലെ രാത്രി കുമളിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ കവാടത്തിലെത്തിച്ച അരിക്കൊമ്പനെ ഇന്ന് പുലർച്ചെയോടെയാണ് 21 കിലോമീറ്റർ അകലെ മേധഗാനത്തിനും മുല്ലക്കൊടിക്കും ഇടയിലുള്ള വനമേഖലയിൽ എത്തിച്ചത്. വനത്തിലേക്കുള്ള യാത്ര ദുർഘടം നിറഞ്ഞ പാതയിലൂടെയായിരുന്നു. തുടർന്ന് ആനയുടെ തുമ്പിക്കൈയിൽ ഉൾപ്പെടെ ശരീരത്തിലുണ്ടായ മുറിവുകൾക്ക് ചികിത്സ നൽകിയ ശേഷം ആനയെ ലോറിയിൽ നിന്ന് പുറത്തിറക്കി. ആകാശത്തേക്ക് വെടിവെച്ചാണ് ആനയെ പിന്നീട് കാട് കയറ്റിയത്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷമാണ് ആനയെ പുറത്തുവിട്ടതെന്ന് വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ പറഞ്ഞു. 5 മയക്കുവെടി വെച്ചത് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കില്ല. ആനയ്ക്ക് പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കുമെന്നും അരുൺ സക്കറിയ പറഞ്ഞു. അതേസമയം ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകളും വനം വകുപ്പിന് ലഭിച്ചു തുടങ്ങി. വെള്ളവും തീറ്റയും ഒരു മുടക്കവുമില്ലാതെ പെരിയാർ കടുവ സങ്കേതത്തിൽ ലഭിക്കുമെന്ന കാരണത്താലാണ് ഈ പ്രദേശം ആനയെ കൊണ്ടുവിടാൻ തിരഞ്ഞെടുത്തത്. ജനവാസ മേഖലയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയാണ് മുല്ലക്കൊടി. മിക്കപ്പോഴും ആനകൾ കൂട്ടമായി എത്തുന്ന സ്ഥലമായതിനാൽ ഇവിടെയുള്ള ആനകളുമായി ചങ്ങാത്തം കൂടിയാൽ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങില്ലെന്ന പ്രതീക്ഷയും വനം വകുപ്പിനുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.